ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് എന്താണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 5 ഓഫ് വാൺസിന്റെ എനർജിയാണ്. 5 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ എന്തോ ഒരു ലൂപ്പിൽ പെട്ടിട്ടുണ്ടാവും, എന്തോ ഒരു കുടുക്കിലല്ല, ഒരു കെണിയിൽ. അതുമല്ല ചിലപ്പോൾ എക്സാമിനേഷനൊക്കെ എഴുതിയിട്ട് അതിൽ നിന്ന് മുന്നോട്ട് വരാനായിരിക്കുക. അതുമല്ല എങ്കിൽ ഇനി ഒരു ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുത്തിട്ട് അതിൽ നിന്നും പുറത്തേക്ക് വരാൻ, അതിൽ നിന്നൊരു വിജയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയാവാം. എന്തായാലും ശരി, നിങ്ങളിപ്പോൾ ഒരു വിജയത്തിലേക്ക് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ വിജയമെന്ന് പറയുന്നത് നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന എന്തോ പ്രശ്നത്തിൽ നിന്ന് വെളിയിലേക്ക് വരാൻ വേണ്ടി ഉള്ളത് മാത്രമാണ്. അത് ആ ഒരു വിജയം നിങ്ങളെ തേടി വരും എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ, അഥവാ നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ത് കാര്യമാണ്, അവിടെ നിങ്ങൾക്കൊരു ദൈവാനുഗ്രഹം ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ ആ ഒരു വരവിനെ തടസ്സപ്പെടുത്തുന്നതായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പിന്തിരിഞ്ഞു നോക്കാൻ പാടില്ല. നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ മുന്നോട്ട് തന്നെ വന്നോളുക. മനസ്സിലായോ? നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കാണ് കുതിക്കേണ്ടത്. ആ ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ മറ്റുള്ളവരെ ഒന്നുമല്ല ശ്രദ്ധിക്കേണ്ടത്, മറ്റുള്ളവർ പറയുന്ന ഒന്നും കേൾക്കുകയും അരുത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് നമുക്ക് ഹെർമിറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ പലരും ഉൾവെളിച്ചത്തിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതായത് ഭൗതികപരമായ ഒരുപാട് കാര്യങ്ങളിൽ നിന്നും മുന്നോട്ട് ആത്മീയതയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ആത്മീയതയിലേക്ക് വരുമ്പോൾ നിരന്തരം മെഡിറ്റേഷനൊക്കെ ചെയ്ത് മുന്നോട്ട് വരികയാണ്. അങ്ങനെ മെഡിറ്റേഷൻ ചെയ്ത് കുറേ ആവുമ്പോൾ എന്താണ് ഇൻസൈറ്റ് ലഭിക്കുന്നത്. ആ ഇൻസൈറ്റിലൂടെ മുന്നോട്ട് ജീവിതത്തിലേക്ക് വരാൻ, സക്സസിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു വ്യക്തി എല്ലായ്പ്പോഴും ജീവിത വിജയം ആഗ്രഹിക്കുന്നുണ്ട്. അവർ അവരുടെ ഉള്ളിൽ നിന്നാണ് ഉത്തരങ്ങളെ അന്വേഷിക്കുന്നത്. അവർക്കറിയാം, നിങ്ങൾക്കറിയാം, നിങ്ങളുടെ എനർജിയാണിത്. നിങ്ങൾക്കറിയാമായിരിക്കും പുറത്തേക്കല്ല തേടേണ്ടത്. ജീവിതത്തിൽ ഒരു വിജയം കൊണ്ടുവരുമ്പോൾ പുറത്തേക്കല്ല തേടേണ്ടത്. ആദ്യം നമ്മളുടെ അകത്താണ് പ്രശ്നങ്ങൾ നടക്കുന്നത്. നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിലാണ് പലതരത്തിലുള്ള വിജയങ്ങൾക്കും എന്താണ് വിത്ത് പാകേണ്ടത്. അവിടെയാണ് വിത്ത് മുളച്ചു വരുന്നത്. അതിലൂടെയാണ് മുന്നോട്ട് വരുന്നത്. ആഗ്രഹങ്ങളെ പലപ്പോഴും നിരന്തരം ചിന്തിക്കുമ്പോഴാണ്, ഇവിടെ നിരന്തരം ചിന്തിക്കുകയാണ്. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിരന്തരം ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഉൾവിളി ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിരന്തരം ചിന്തിക്കുന്ന ഈ കാര്യങ്ങളൊക്കെയും സാധ്യമാക്കി എടുക്കാൻ പറ്റും. ഏത് വഴിയിലൂടെ പോകണം, എങ്ങനെ പോകണം, എന്ത് ചെയ്താൽ എനിക്ക് വിജയത്തിലേക്ക് വരാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചുറ്റിനും ഇരുട്ടാണ്. കയ്യിലൊരു റാന്തൽ വിളക്ക് മാത്രമേ ഉള്ളൂ. ഈ റാന്തൽ വിളക്കിന്റെ പ്രകാശം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലെ വെളിച്ചമാണ്. ഈ വെളിച്ചത്തെയാണ് കാണേണ്ടത്. ഇവിടെയാണ് ദൈവികമായ എനർജി നിലനിൽക്കുന്നത്. ആ ഒരു എനർജിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ
പലപ്പോഴും പല കാര്യങ്ങൾക്കും സക്സസ് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ്. കിങ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്തോ കാര്യം നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളിലും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉറച്ചു നിൽക്കാൻ കഴിയുന്നു. മറ്റുള്ളവരുടെ കാര്യങ്ങളെ മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കും ഒരു രാജാവിന്. അങ്ങനെ നിങ്ങളിൽ പലർക്കും സ്വന്തം കാര്യത്തിൽ മാത്രം എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്നില്ല. മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ കഴിയും എന്ന് വിചാരിച്ച് മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുമെന്നല്ല, മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാവുന്നു. അതുപോലെ വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒക്കെ ഉള്ളവർക്ക് നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. അവർക്ക് നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് എന്താണോ ആവശ്യം അതറിഞ്ഞു പെരുമാറാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അവർക്ക് പ്രയാസങ്ങളൊന്നും വരുത്താതെ അവരുടെ പ്രയാസങ്ങളെ തൻ്റെ പ്രയാസമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അവിടെ അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറാവും. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണിത്. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്ന് കാണുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചൊക്കെ സ്പിരിച്വലി കണക്റ്റായി വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ടെൻ ഓഫ് സോഡിന്റെ എനർജിയാണ്. ടെൻ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ചീറ്റിങ്ങിൽ ഉൾപ്പെട്ടിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ നിങ്ങളെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഈ സമയത്ത് മനഃപൂർവ്വം ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങളോട് വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ടാവാം. ഇവിടെ നിങ്ങൾ തകർന്ന തരിപ്പണമായിരിക്കുന്നു. ഇവിടെ എല്ലാ ചക്രാസും ബ്ലോക്ക് ആയിരിക്കുകയാണ്. പിന്നെ തൽക്കാലം എങ്ങനെ എഴുന്നേറ്റ് നടക്കും? ഒരു ഉയർത്തെഴുന്നേൽപ്പിന് തൽക്കാലം പറ്റുന്നില്ല, മനസ്സിലായി. പക്ഷേ ഇവിടെ നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരും നിങ്ങൾ, മനസ്സിലായി. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സക്സസിലേക്ക് വരാനുള്ളതാണ് ഈ എനർജി. ഇവിടെ ഏറ്റവും വലിയ ഒരു പരാജയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവണം. നിങ്ങൾ ചിലപ്പോൾ വിശ്വസിച്ച് സ്നേഹിച്ച വ്യക്തികൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ വിശ്വസിച്ച ആർക്കെങ്കിലും സാമ്പത്തികം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങൾക്കിപ്പോൾ ആരോഗ്യപരമായി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ആക്സിഡന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ആയാലും നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമം അനുഭവിക്കുന്ന ഒരു എനർജി ആവാം. ചിലപ്പോൾ കിടക്കുന്നിടത്തു നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടാവാം. ഇവിടെ നിന്നും നിങ്ങളൊന്ന് ഉയർത്തെഴുന്നേൽക്കും. ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് വളരെ വലിയ സക്സസിലേക്കാണ് നിങ്ങൾ വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പൊ ഇനിയുള്ളത് നിങ്ങളുടെ വലിയൊരു വിജയമാണ് എന്നാണ് കാണുന്നത്. അതുപോലെ വിജയിക്കുന്ന ഒരു വ്യക്തി എല്ലായ്പ്പോഴും എന്താണ്? അവസരങ്ങളെ കാണും. ജീവിതത്തിൽ വിജയിക്കുന്ന ഒരു വ്യക്തി അവസരങ്ങളെ കണ്ടുകൊണ്ടിരിക്കും, അതിനെപ്പറ്റി നിരന്തരം ചിന്തിക്കും, ആ ഒരു ലക്ഷ്യബോധത്തിലേക്ക് അടുക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെയാണ് വിജയത്തിലേക്ക് വരുന്നത്. ഇവിടെ നല്ലതുപോലെ ചീറ്റിംഗ് വന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ഏസ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. നിങ്ങളിവിടെ ബുദ്ധിപരമായി ഇവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പായിരിക്കാം, പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്, മനസ്സിലായി. നിങ്ങളിവിടെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിരുന്ന എന്തോ കാര്യത്തില് നിങ്ങൾക്കൊരു പുതിയ തുടക്കം കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഒന്നുകിൽ നിങ്ങൾ എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇനി അതുമല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ, വിദേശത്ത് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. വിദേശ ജോലിക്കായിട്ട് പോകാൻ നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് സാധിക്കും. ഇതൊരു ഫ്ലൈറ്റ് യാത്രയ്ക്കുള്ള തുടക്കമായിരിക്കാം. ഇത് വലിയൊരു വിജയത്തിലേക്കാണ് നിങ്ങൾ ഇവിടെ വരുന്നത്. നിങ്ങൾ ഈ തുടങ്ങി വെക്കുന്ന കാര്യം നിങ്ങളെ ഒരു സക്സസിലേക്ക് നയിക്കുന്നു എന്ന് കാണുന്നുണ്ട്.
ഇവിടെ നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ് കണ്ടില്ലേ. പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു നിങ്ങളിപ്പോൾ. നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ ഉണ്ടാവുന്നു. കാര്യങ്ങളൊക്കെ നിങ്ങളുടേത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. ആദ്യം തന്നെ നമുക്ക് ഹെർമിറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഹൈ പ്രീസ്റ്റസിന്റെ എനർജി കണ്ടല്ലേ. അപ്പൊ ഇവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാകാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നു. നമ്മൾ ഇവിടെയും കാണുന്നത് അങ്ങനെയാണ്. 5 ഓഫ് വാൻസിന്റെ എനർജിയിലും കണ്ടില്ലേ, ഇവിടെയും ഒരു അർദ്ധചന്ദ്രനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെയാണ് കണ്ടില്ലേ. ഇവിടെ ഒരു കാൽഭാഗമേ ഉള്ളൂ. ഇത് വളർന്നു വരികയാണ്. ഈ ചന്ദ്രന്റെ എനർജി, ഈ മൂണിന്റെ എനർജി എന്ന് പറയുന്നത് എന്താണ്? വളർച്ച പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഇൻഡ്യൂട്ടീവ് ആകാൻ കഴിയുന്നു ഈ ഒരു സമയത്ത്. ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്താണോ ആവശ്യം, എന്താണ് വേണ്ടത്, വേണ്ടാത്തത് എന്താണ്, ഇത് മനസ്സിലാക്കാനുള്ള ഒരു നല്ല കഴിവ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ തേടൈ ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട്. ഉൾക്കണ്ണിലൂടെ നിങ്ങൾക്ക് എന്താണോ മനസ്സിലാക്കാൻ കഴിയേണ്ടത് അത് നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾക്കിപ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു ശ്രദ്ധയുണ്ട് എന്ന് കാണുന്നുണ്ട്. എവിടെ, എങ്ങനെ, ഏത് കാര്യത്തിന് എപ്പോൾ പ്രതികരിക്കണം, എപ്പോൾ പ്രതികരിക്കണ്ട എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും എന്നാണ് കാണുന്നത്. അതങ്ങനെ ബുദ്ധിപരമായിട്ട് ആലോചിക്കാനും അതിന് പ്രതികരിക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വരുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ പലർക്കും പെട്ടെന്ന് പ്രതികരിക്കാൻ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ചിലർക്ക്. അത് വളരെയധികം ദോഷമാണ്. ആ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ നിയന്ത്രിക്കണം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങളിവിടെ മാറുന്നു എന്ന് കാണുന്നുണ്ട്. ഇതുവരെ അത്തരത്തിലുള്ള സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്തോറും കണ്ടില്ലേ, മുന്നോട്ട് പോകുന്തോറും ഈ മൂണിന്റെ വളർച്ച എത്രമാത്രം മുന്നോട്ട് വരുന്നു, ഫുൾ മൂണിൽ എത്തുമ്പോഴേക്കും നിങ്ങളുടെ സ്വഭാവവും മുന്നോട്ട് വളരെയധികം വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കും. നന്മയിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം അത്രമാത്രം കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. ഇവിടെ 4 ഓഫ് കപ്സിന്റെ എനർജിയാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ വളരെയധികം നിരാശപ്പെട്ടിരിക്കുന്ന എനർജിയാണ് അല്ലേ. ആഗ്രഹിക്കുന്നത് ലഭിച്ചില്ല എങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ ആഗ്രഹിച്ചത് ലഭിച്ചില്ല എങ്കിൽ കുട്ടികളെ പോലെ പിടിവാശിയാണ്. എനിക്കത് കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ മുന്നോട്ട് പോകൂ എന്നുള്ള ചിന്തയിൽ കഴിയുന്ന ഒരുപാട് പേരുടെ എനർജി ഉണ്ട് ഇവിടെ. പക്ഷെ അത് പാടില്ല. മനസ്സിലായോ? അപ്പൊ ഇമോഷണലി നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആവണം. മനസ്സിലായോ? നിങ്ങൾക്ക് വേണ്ടത് അത്യാവശ്യ കാര്യമാണ്. ഇമോഷണലി സ്ട്രോങ് ആവേണ്ടത് വളരെ അത്യാവശ്യ കാര്യമാണ്. ഇവിടെ ഇമോഷണലി ഡൗൺ ആയ ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ തന്നെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് കാണുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഇമോഷണലി ഡൗൺ ആണ്. അതുകൊണ്ട് ആ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കണം. കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ് എന്ന് കാണുന്നുണ്ട്. അതാണ് നിങ്ങളെ ജീവിത വിജയത്തിലേക്ക് നയിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയാമല്ലോ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്ന്. അങ്ങനെയും ചെയ്യാവുന്നതാണ്. മനസ്സിലായി? ചുറ്റും നമുക്ക് എന്തൊക്കെ ഉണ്ടോ, നമുക്ക് പല കാര്യങ്ങളും ഉണ്ട്. മറ്റുള്ളവർക്കില്ലാത്ത പല അനുഗ്രഹങ്ങളും നമുക്ക് ദൈവം തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് അത്യാവശ്യത്തിന് കുടിജലമുണ്ട്, അതുപോലെ ഭക്ഷണത്തിന് മുട്ടില്ല, വസ്ത്രങ്ങൾക്ക് മുട്ടില്ല, സാമ്പത്തികത്തിന് വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. പക്ഷെ മറ്റു എത്രയോ പേർക്ക് ഇതൊന്നുമില്ലാതെ കഴിയുന്നവരുണ്ട്, കിടക്കാടമില്ലാതെ കഴിയുന്നവരില്ലേ.
അപ്പോൾ അതൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ എത്രയോ വലിയവരാണ്, ദൈവം എനിക്ക് ഇത്രയും ഭാഗ്യം തന്നല്ലോ എന്നൊക്കെ വിചാരിച്ച് കഴിയേണ്ടവരാണ് നിങ്ങൾ. അല്ലാതെ ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കാൻ പാടില്ല. കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാവണം. ഇവിടെ ക്യൂൻ ഓഫ് സോഡിന്റെ എനർജിയാണ്. ഇൻഡിപെൻഡന്റ് ആവാൻ വളരെയധികം ശ്രമിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇപ്പോൾ സ്വാതന്ത്ര്യം കുറവാണ്. കാരണം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് അല്ല. ഇത് നേടിയെടുക്കാൻ വേണ്ടിയാണ്, ഞാനിത് നേടും എന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ അതിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. ആഗ്രഹിച്ചത് എനിക്ക് നേടണം എന്നുള്ള ഒരു പിടിവാശി അത്യാവശ്യ കാര്യമാണ്. മനസ്സുകൊണ്ട് നിരന്തരം അത് ചിന്തിക്കണം. എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്കിപ്പോൾ എന്താണ് വേണ്ടത്? അങ്ങനെ നിരന്തരം ചിന്തിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് സാധ്യമായി വരുന്നത്. ഇവിടെ ഫിനാൻഷ്യലി ഫ്രീഡം അനുഭവിക്കണം എന്നാണ് ഇവിടെ ചിന്തിക്കുന്നതെങ്കിൽ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അത്തരത്തിലുള്ള എനർജിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒന്നുകിൽ ഒരു നല്ല ജോലി നിങ്ങൾ കരസ്ഥമാക്കുന്നുണ്ട്, അതുമല്ല എങ്കിൽ ഒരു നല്ല വരുമാന മാർഗം കൊണ്ടുവരുന്ന എന്തോ ഒന്നിലേക്ക് നിങ്ങളിപ്പോൾ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ അതോറിറ്റിയിലേക്ക് നീങ്ങുന്നത്. മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരു കാർഡ് എടുത്ത് നോക്കാവേ. ഇവിടെ നൈറ്റ് ഓഫ് വാൻസിന്റെ എനർജിയാണ്, കണ്ടില്ലേ? ഈ ഒരു ആവേശമാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. ഈ ഒരു എനർജിയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഒരു പടയാളിയുടെ ധൈര്യമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഒരു പടയാളിയുടെ ധൈര്യം എന്ന് പറയുന്നത് എന്താണ്? അവർ വളരെയധികം സ്ട്രോങ് ആണ്, ഇമോഷണലി ഡൗൺ അല്ല. മനസ്സിലായി? അവർക്ക് കോൺഫിഡൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. ആവേശം കത്തിജ്വലിക്കുന്ന എനർജിയാണ് അവർക്ക് എപ്പോഴും. കാര്യം എന്താണ്? മുന്നോട്ട് വേണ്ടത് എത്രയും പെട്ടെന്ന് സാധിച്ചെടുക്കണം, എത്രയും പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്തെത്തണം. ഇതൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു എനർജിയിലേക്ക് വരണം. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഈ ഒരു എനർജിയിലാണെന്ന് കാണുന്നുണ്ട്. മനസ്സിലായി? വാൻസ് ഫയർ സൈൻ, ഏരീസ്, ലിയോ, സജിറ്റേറിയസ് എനർജി. അപ്പോൾ ഇത്തരത്തിലുള്ള എനർജിയിലേക്ക് മുന്നോട്ട് വരൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. മടി പിടിച്ചൊരിടത്തിരിക്കുക, ഞാൻ ഭീരുവാണെന്ന് മുറയ്ക്ക് പറയുക, ഞാൻ കടങ്ങളിൽ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്, എനിക്ക് കടബാധ്യതയാണ് എന്നൊക്കെ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ആ ബാധ്യത നിങ്ങളെ ഒരുപാട് സ്വാധീനിക്കും. അത് മനസ്സിലാക്കണം. ആരൊക്കെ എന്നുള്ള കഴിഞ്ഞ ദിവസം കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് അങ്ങ് ഒരുപാട് കടമുണ്ട്, കടബാധ്യതയാണെന്ന്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്, മനസ്സുകൊണ്ട് പറയാനും പാടില്ല. അതിനെ എങ്ങനെയെങ്കിലും പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. ഫൊർഗിവ്നെസ് പറയുക, അത് നിങ്ങളുടെ കർമ്മയാണെന്ന് മനസ്സിലാക്കുക. ഫൊർഗിവ്നെസ് പറയുക, യൂണിവേഴ്സിനോട് ഫൊർഗിവ്നെസ് പറയുക, അത് തന്നെ ധാരാളം മതിയാകും. പാസ്റ്റ് ലൈഫില്, കഴിഞ്ഞ ജന്മത്ത് നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തത് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചു കിട്ടുന്നത്. അതെല്ലാം ഇപ്പോഴും മനസ്സിലാക്കണം. പരാതി പറച്ചിൽ നിർത്തണം. ദൈവത്തോട് എപ്പോഴും ഒരു പരാതി പറച്ചിലുണ്ടല്ലോ പലർക്കും, അത് നിർത്തലാക്കണം. ആ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പരാതി കേൾക്കാനുള്ള ആളല്ല ദൈവം എന്ന് പറയുന്നത്. ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ളതിന് നിങ്ങൾ നന്ദി പറയുക. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും തരാൻ തോന്നും. വീണ്ടും നിങ്ങൾക്കത് സ്വീകരിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. നമുക്കിന്ന് സാറ്റർഡേ അല്ലേ, അപ്പോൾ ശിവഭഗവാന്റെ മെസ്സേജ് എന്താണ് എന്ന് നോക്കാം. നമുക്കൊരു സക്സസ് വരുമോ, എന്താണ് ഭഗവാൻ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. താങ്ക് യു ഭഗവാനെ. ഒരു കാർഡ് എടുത്തിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് വർത്ത്ലെസ് കണക്ഷൻസ് ആർ ബീയിങ് റിമൂവ്ഡ്. നിങ്ങൾക്കുള്ള
വിലയില്ലാത്ത വെറും വിലയില്ലാത്ത ചില കണക്ഷനുകളൊക്കെ ഉണ്ടല്ലോ. ആവശ്യമില്ലാത്ത ചില കണക്ഷനുകൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോകാറായിരിക്കുന്നു, അല്ലെങ്കിൽ വിട്ടുപോകുന്നു ഈ ഒരു സമയത്ത്. മനസ്സിലായോ? അപ്പൊ അതാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെയുള്ള കണക്ഷനുകൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു ഉയർച്ച വരികയുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ. അല്ലാതെ നിങ്ങൾ ടോക്സിക് ആയിട്ടുള്ള എനർജിയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉയർച്ച വരില്ല. നെഗറ്റീവായ ഇമോഷൻസിനെയും നെഗറ്റീവായ തോട്ട്സിനെയും നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പലപ്പോഴും. അത് വേണ്ട. അങ്ങനെ വന്നാൽ നിങ്ങൾക്കൊരു ഉയർച്ച വരില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെ പറയുന്ന ഹോൾഡ് ഓൺ. കണ്ടില്ലേ, ഐശ്വര്യത്തെ മുറുകെ പിടിച്ചോളൂ. നിങ്ങളിപ്പോൾ ഇത് ഹോൾഡ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. ഈ ബ്ലെസ്സിങ്ങിനെ, ഭഗവാന്റെ ബ്ലെസ്സിങ്സിനെ നിങ്ങൾ ഹോൾഡ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. ഹോൾഡ് ചെയ്തോളൂ, അതിനെ മുറുകെ പിടിച്ചോളൂ എന്നുള്ളതാണ് ഭഗവാനിലുള്ള വിശ്വാസം. വിശ്വാസത്തെ കൈവിടാൻ പാടില്ല. എനിക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു സക്സസ് വരും. ഐ ആം സക്സസ്, ഐ ആം അബണ്ടന്റ്. ഇതാണ് എപ്പോഴും പറയേണ്ടത്. മനസ്സിലായോ? അനുനിമിഷം ഞാൻ വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് മുന്നോട്ട് വന്നു നോക്കൂ. അണ്ടർസ്റ്റാൻഡിങ് ദ സയൻസ്. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് വിജയത്തിലേക്ക് വരാനുള്ള ചില സൈനുകളൊക്കെ നിങ്ങളുടെ മുൻപിൽ വരും. ചില സാഹചര്യങ്ങൾ, ചില വ്യക്തികൾ, ചില സന്ദർഭങ്ങൾ ഒക്കെ നിങ്ങളിലേക്ക് വരും. നിങ്ങൾക്ക് വിജയത്തിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത്, നിങ്ങൾക്കൊരു വിജയം വരാറായി എന്ന് തോന്നുന്ന ഈ ഒരു സമയത്ത് വിജയത്തിലേക്ക് കുതിക്കാൻ പറ്റും. എങ്ങനെ? അതിന് തക്കതായ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വ്യക്തികളും ഒക്കെ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ മന്ത്ര ചാൻറ്റിങ് ഈസ് നീഡഡ്. മന്ത്ര, ഭഗവാൻ പറയുന്നത് എന്താ? മന്ത്രം. അതായത് ഓം ചാൻറ്റ് ചെയ്യൂ. ഓം എന്ന് പറയുന്ന മന്ത്രം, ഓം നമ ശിവായ എന്നുള്ള മന്ത്രം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഓം എന്ന് മാത്രം ചാൻറ്റ് ചെയ്താലും മതിയാകും. ദിവസവും 108 തവണ നിങ്ങളൊരു ജപമാലയൊക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് ചാൻറ്റ് ചെയ്ത് നോക്കൂ. ഒരു 21 ദിവസം കണ്ടിന്യൂസ് നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് തുടരാം. നിങ്ങൾക്കത് മനസ്സിലാകും. എന്നിട്ട് നിർത്തി വെക്കരുത്. മനസ്സിലായി? വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിന് നല്ല സമാധാനവും ശാന്തിയും ലഭിക്കും ഓം ചാൻറ്റ് ചെയ്യുന്നതിലൂടെ. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. മനസ്സിലായി? നിങ്ങളുടെ സക്സസ് അടുത്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മടി വിചാരിക്കല്ലേ. അപ്പോൾ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.